അസ്സലാമലൈക്കും. അൽഹംദുലില്ലാ, എല്ലാവർക്കും സുഖല്ലേ? അറഫാ നോമ്പിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളെ ചുറ്റുവട്ടത്ത് കേൾക്കാത്ത കുറേ പേരുണ്ട് അല്ലേ? അറഫാ നോമ്പിനെ കുറിച്ച് അള്ളാൻ്റെ റസൂൽ പറയുന്നുണ്ട്. അള്ളാൻ്റെ റസൂലിനോട് സ്വഹാബിമാർ ചോദിക്കുകയാണ്, അറഫാ നോമ്പിൻ്റെ ശ്രേഷ്ഠതകളും നേട്ടങ്ങളും എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അറഫാ നോമ്പ് എന്ന് പറയുമ്പോൾ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങളില്ലേ, നമ്മളെ 2 കൊല്ലത്തെ ചെറുപാവങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് പറയുന്നത്. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ പിന്നെ കഴിഞ്ഞു പോയ ഒരു കൊല്ലത്തെ ചെറുപാവങ്ങളും പഠിച്ചു നമുക്ക് പുറത്തരുന്നതാണ് നബിതങ്ങൾ സ്വാഭിമാരോട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കുറേ പണ്ഡിതന്മാർ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ ഉദ്ദേശിക്കുന്നത് എന്താണ് സംഭവം എന്ന് പറയുന്നത്, നമുക്ക് ഒരു കൊല്ലം കൂടിയും ആയുസ് നീട്ടി കിട്ടുമെന്നൊക്കെയാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പിടിച്ചു നോക്കിയാലോ നോമ്പ്? ഈ പറഞ്ഞ വെള്ളിയാഴ്ചയാണ്, എന്തായാലും ഒന്ന് വ്യാഴാഴ്ചയായി. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും പിടിക്കാൻ പറ്റുമോ നോക്ക്. നമുക്ക് എന്തായാലും പിടിക്കാനുള്ള ഭാഗ്യം പഠിച്ചോൻ തരട്ടെ. നമ്മൾ എന്തിനാണ്ട് വെറുതെ കിട്ടുന്ന കൂലിയെ കൊണ്ട് കളയുന്നത്? ഇൻഷാ അല്ലാഹ് പറ്റണവരൊക്കെ നോമ്പ് പിടിക്കാൻ നോക്കട്ടാ. അപ്പോൾ മറക്കണ്ട, ഇന്ന് അത്താഴത്തിന് എണീക്കണം കേട്ടാ. ഇന്ന് രാത്രി അത്താഴത്തിന് എണീക്കണം. നീയത്താണെങ്കിൽ ഇവിടെ നോക്കി എടുത്തോട്ടാ. ഇതാണ് നെയ്യത്ത്. ഇപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് നോമ്പ് പിടിക്കാൻ നോക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സിലുണ്ടാവണം കേട്ടാ. 2 കൊല്ലത്തെ ചെറുപാവങ്ങൾ പഠിച്ചോ നമുക്ക് പുറത്തരും. നമ്മുടെ കൂട്ടത്തിൽ കുറേ പേർക്ക് ഈ കാര്യം അറിയില്ല, അപ്പോൾ അവരിലേക്ക് എത്തിക്കാൻ നോക്ക്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.